സുഹൃത്തുക്കളെ, ഞമ്മക്ക് വോട്ട് ചേർത്തിട്ടും നമ്മളെ പേര് വോട്ട് ലിസ്റ്റില്ല. ബ്രസീലിലുള്ള പെണ്ണിന് 20 വോട്ട്. ബ്രസീലിലുള്ള പെണ്ണിന് വോട്ടർ പട്ടിക പേര് ചേർക്കാൻ ഒരു രേഖ ഹാജരാക്കണ്ട. നമ്മൾ 12 തവണ അപേക്ഷ നൽകിയാലും വോട്ടർ പട്ടിക പേര് വരില്ല. ഹരിയാനയിലാണ് ഇത് സംഭവം. കഴിഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുമ്പോൾ തന്നെ നമുക്ക് കണ്ടതാണ്. ഇന്ത്യ മുന്നണി മുന്നിട്ട് നിന്നിട്ട് പിന്നെ ഒറ്റടിക്ക് തോൽക്കാനുണ്ടായത്. അത് ഇതിൽ ക്രമക്കേട് നടന്നതിനുള്ള വമ്പ തെളിവാണ്. ഇലക്ഷൻ കമ്മീഷന്, ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയിലെ എല്ലാ ഓഫീസർമാരും BJP അനുകൂലികളോ RSS ആണ്. ഇങ്ങനെ പോയാൽ നമ്മളെ രാജ്യത്ത് ഇലക്ഷന് ഇനി ഉണ്ടാവുമെന്നുള്ള സംശയമാണ്. നമ്മളെ രാജ്യം വളരെ അപകടത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകാധിപത്യ ഭരണമാണ് ഇവിടെ നടക്കണേ. കണ്ട എരപ്പാളികളെല്ലാം ഭരണത്തിലേറി നാടിനെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 20% 30% BJP അനുകൂലികളുള്ളൂ നമ്മുടെ രാജ്യത്ത്. 70% അവർക്കെതിരാണ്. അവർ ജയിക്കണ്. ഈ കള്ളക്കളി രാഹുൽ ഗാന്ധി വെറുതെ പറഞ്ഞല്ല, തെളിവടക്കം നമുക്ക് കാണിച്ചു തരുന്നു. എന്നിട്ട് ചില ഊളകൾ വന്നുകൊണ്ട് പറയാണ് അതിന് കേസ് കൊടുത്തുള്ളത്. എവിടെ കേസ് കൊടുക്കാൻ? കേസ് കൊടുത്താലും ഇത് വില പോവില്ല. കേസ് കൊടുക്കൽ സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിക്ക് ഈ ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എടുത്തു കളഞ്ഞ് മോഡി. ആദ്യം ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കൽ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, പ്രതിപക്ഷ നേതാവ്, ഇവരാണ് ആദ്യം ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിച്ചത്. ഇപ്പം നമ്മൾ നരേന്ദ്രമോദി ഈ നിയമം ഇല്ലാതാക്കി പ്രധാനമന്ത്രിക്ക് മാത്രം ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കാനുള്ള അവകാശമാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഇവർ കാറ്റിപ്പുറത്തി ഓരോന്നോരോന്നായി വെട്ടിച്ചുരുക്കാണ്. ഇതിനെതിരെ ശബ്ദിക്കാൻ നമ്മളെ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ, ഇതിനെതിരെ ശബ്ദിക്കുന്ന രാഹുൽ ഗാന്ധിൻ്റെ മുന്നിൽ നമ്മൾ അണിനിരക്കണം. ജാതി മത കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരുമിക്കേണ്ട ടൈമാണിത്. ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നവർ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക.